സംഘത്തിൻ്റെ അധ്യക്ഷൻ, യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഏറെ ആദരണീയനായ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ നേതാക്കന്മാരെ, മുസ്ലിം യൂത്ത് ലീഗിന് ഏറെ അഭിമാനകരമായ രീതിയിൽ തങ്ങളുടെ സേവനം കൊണ്ട് അടയാളപ്പെടുത്തലുകൾ നടത്തിയ പ്രിയപ്പെട്ട വൈറ്റ് ഗാർഡിൻ്റെ സഹപ്രവർത്തകരെ, ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇക്കഴിഞ്ഞ ജൂലൈ 30 പുലർച്ചെ നമ്മേവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലും പരിസരങ്ങളിലുമൊക്കെ സേവനമനുഷ്ഠിച്ച വൈറ്റ് ഗാർഡ് അംഗങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2018 വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന വോളണ്ടിയർ വിങ്ങിന് നമ്മൾ രൂപം കൊടുക്കുന്നത്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അന്ന് ഈ വൈറ്റ് ഗാർഡിൻ്റെ ഭാഗമായി നിൽക്കുന്ന പലരും അത് ഓർക്കുന്നുണ്ടാകും. വൈറ്റ് ഗാർഡിൻ്റെ ആദ്യത്തെ യോഗം തന്നെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി. അന്ന് രജിസ്റ്റർ ചെയ്ത സംസ്ഥാനത്തെ മുഴുവൻ വൈറ്റ് ഗാർഡ് അംഗങ്ങളെയും ഓൺലൈൻ വഴി അഭിമുഖീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയെങ്കിലും അന്നത്തെ ചില ടെക്നിക്കൽ എറർ കൊണ്ട് നമുക്കത് നടത്താൻ കഴിഞ്ഞില്ല. ഒരു പിഴവിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, നമ്മളിപ്പോൾ ഈ വൈറ്റ് ഗാർഡിനൊരു ആദരവ് കൊടുക്കുന്നത് ഈ സ്വപ്ന നഗരിയിലെ ഈ ട്രേഡ് സെൻറ്ററിൽ വെച്ചാണ്. വൈറ്റ് ഗാർഡിന് പരിശീലനം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നമ്മൾ പരിശീലനം ആരംഭിച്ചത് ഈ സ്വപ്ന നഗരിയിലാണ്. ഈ ട്രേഡ് സെൻറ്ററിൻ്റെ പുറത്തുള്ള ആ റോഡിൽ വെച്ചാണ് നമ്മൾ പരിശീലനം ആരംഭിച്ചത്. നമ്മളൊന്ന് പരിശീലനം ആരംഭിച്ചപ്പോൾ ആ പരിശീലനം കണ്ട പല ആളുകൾ അന്ന് പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് കുതിച്ചെത്തി. ഇവിടെ എന്തോ ആയുധ പരിശീലനം നടക്കുന്നുണ്ടോ? ഇത് കായികാഭ്യാസമാണോ? ചില സംഘടനകൾ തങ്ങളുടെ എതിരാളികളെ ആക്രമിക്കാൻ വേണ്ടി പരിശീലനം കൊടുക്കുന്നത് പോലെയുള്ള ഏതെങ്കിലും സംഘമാണോ? കൊട്ടേഷൻ ടീമാണോ? എന്നൊക്കെയുള്ള പരിശോധനയായിരുന്നു അന്ന് പോലീസ് നടത്തിയത്. നമ്മുടെ പരിശീലനങ്ങൾക്കൊടുവിൽ 2018 പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് ഈ വൈറ്റ് ഗാർഡിനെ കേരളത്തിന് സമ്മാനിച്ചു. അന്ന് തങ്ങൾ കൊടുത്തൊരു വാക്കുണ്ട്, നമ്മുടെ നാട്ടിലൊരു പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടായാൽ അവിടെ ഓടിയെത്തി അവരെ പരിചരിക്കാൻ വൈറ്റ് ഗാർഡ് ഉണ്ടാകും, ഈ സംഘമുണ്ടാകും എന്നുറപ്പായിരുന്നു അത്. അന്ന് മുതൽ ഈ നിമിഷം വരെ ആ ഉറപ്പ് പാലിക്കാൻ കഴിഞ്ഞ സന്നദ്ധ സംഘടനയുടെ പേരാണ് വൈറ്റ് ഗാർഡ് എന്ന് അഭിമാനത്തോടു കൂടി നമ്മൾ ഓർക്കുകയാണ്. പ്രളയമുണ്ടായി, ഒരു തവണയല്ല 2 തവണ. നിപ്പ വന്നു, കോവിഡ് വന്നു, പ്രകൃതി ദുരന്തങ്ങൾ പല പേരിലുമുണ്ടായി. ഏറ്റവും ഒടുവിലാണ് വയനാട്ടിലെ ദുരന്തമുണ്ടായത്. ജൂലൈ 30 പുലർച്ചെ ദുരന്തമുണ്ടായ ഉടനെ തന്നെ നേരം പുലരുന്നതിന് മുമ്പേ അവിടെ ഓടിയെത്തിയവരിൽ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകരുണ്ട്. അവരാദ്യം ജീവന്റെ തുടിപ്പുകളാണ് തേടിപ്പോയത്. പിന്നീട് മരണപ്പെട്ടവർ, ആ മരണമടഞ്ഞവരുടെ മൃതദേഹമെങ്കിലും ഒരു നോക്ക് കാണണമെന്ന് ബന്ധുക്കൾ ആർത്തലച്ചു കരഞ്ഞു പറഞ്ഞപ്പോൾ അവർക്ക് അവസാനമായി ഒരു നോക്ക് കാണാൻ, അവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മൃതദേഹങ്ങൾ തെരഞ്ഞുകൊണ്ട് വൈറ്റ് ഗാർഡ് സംഘം മുണ്ടക്കയിൽ, ചൂരൽമലയിൽ, പുഞ്ചിരിമട്ടത്ത്, ചാലിയാർ പുഴയിൽ, അതിൻ്റെ തീരങ്ങളിൽ എല്ലായിടത്തും ഈ ഇളം പച്ച കുപ്പായമണിഞ്ഞ വൈറ്റ് ഗാർഡ് സംഘമുണ്ടായി. ഇന്നലെ ഒരു കുഞ്ഞിൻ്റെ ഒരു
കൈയുടെ ഒരു ഭാഗം കിട്ടിയപ്പോൾ ആ കൈ സംസ്കരിക്കാൻ നേതൃത്വം കൊടുത്തത് വൈറ്റ് ഗാർഡ് വിഭാഗമാണ്. ഇനി പുനരധിവാസ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകണം, ഒരു വാടക വീട് കിട്ടിയിട്ടുണ്ട്, അതൊന്ന് പെയിൻ്റ് അടിക്കണം. ആ വീട് വൃത്തിയാക്കി പെയിൻ്റ് അടിച്ച് ആ വീട്ടിലേക്ക് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് വൈറ്റ് ഗാർഡാണ്. മനുഷ്യരോട് മാത്രമായിരുന്നില്ല ഈ കാരുണ്യം, മിണ്ടാപ്രാണികളോട്. ഒരു പശു തൻ്റെ അകിട്ടിൽ ഇങ്ങനെ പാല് വീർത്തപ്പോൾ, വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ, എന്തിനാണ് ഈ പശു ഇങ്ങനെ കരയുന്നത് എന്ന് പലർക്കും മനസ്സിലായില്ല. ആ അകിട്ടിലെ പാൽ ഒഴിവാക്കി പാല് ചുരത്തി കൊടുത്ത് ആ പശുവിന് വേദനയിൽ നിന്ന് ആശ്വാസം കൊടുത്ത വൈറ്റ് ഗാർഡ്. വനറാണി എസ്റ്റേറ്റിൽ കന്നുകാലികളുടെ ഫാമുണ്ട്. അവിടേക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ ആർക്കും കഴിയുന്നില്ല. അവിടേക്കുള്ള റോഡ് തകർന്നുപോയി. ആ ദൗത്യം ഏറ്റെടുക്കണമെന്ന് കൽപ്പറ്റ നിയോജകമണ്ഡലം MLA പറഞ്ഞപ്പോൾ ആ ദൗത്യം ഏറ്റെടുക്കാൻ വൈറ്റ് ഗാർഡിൻ്റെ സഹപ്രവർത്തകരുണ്ടായി. അങ്ങനെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ. ഞാനും സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളോടൊപ്പം മറ്റുള്ള യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ ഞങ്ങളെല്ലാവരും ജൂലൈ 30 അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വൈറ്റ് ഗാർഡിൻ്റെ ഒരു യോഗം നടക്കുമ്പോൾ ആ യോഗത്തിനിടയിലേക്ക് നരിപ്പറ്റയിലെ യൂത്ത് ലീഗിൻ്റെ സഹപ്രവർത്തകർ കടന്നു വന്നു. അവർ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ വിചാരിച്ചത് വൈറ്റ് ഗാർഡിനുള്ള ഭക്ഷണത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. കാരണം വൈറ്റ് ഗാർഡിൻ്റെ കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിച്ചത്. വന്നത് വൈറ്റ് ഗാർഡ് ടീമാണ്. പിന്നീടാണ് അവർ പറയുന്നത്, ഞങ്ങൾ വൈറ്റ് ഗാർഡിന് മാത്രമല്ല, ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ എത്ര ആളുകൾ വന്നാലും ആ ആളുകൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഒരു ദിവസം 10,000-കണക്കിന് വോളണ്ടിയർമാർക്ക്, മാധ്യമപ്രവർത്തകർക്ക്, ആർമിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക്, പോലീസുകാർക്ക്, ആ പരിസരത്തുള്ള നാട്ടുകാർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തത് നരിപ്പറ്റയിലെ യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് വോളണ്ടിയർമാരാണ്. 4 ദിവസം തുടർച്ചയായി അവർ ഭക്ഷണം കൊടുത്തപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അവരപമാനിച്ചു, നിങ്ങൾ ഭക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞു, നിർത്തിപ്പോയിക്കൊള്ളാൻ പറഞ്ഞു. നമ്മളാരും പ്രതിഷേധിച്ചില്ല. എവിടെ പ്രതിഷേധം നടത്തണം, എവിടെ സേവനം ചെയ്യണം എന്ന് അറിയാവുന്ന സംഘടനയാണ് മുസ്ലിം യൂത്ത് ലീഗ്. ഞങ്ങൾ ഞങ്ങളുടെ വേദനയാണ് പങ്കുവച്ചത്, ഞങ്ങളുടെ പ്രതിഷേധമല്ല നമ്മൾ പങ്കുവച്ചത്. എവിടെ സമരം ചെയ്യണം, എവിടെ സേവനം ചെയ്യണം. യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡിനെ കുറിച്ച് ആക്ഷേപിക്കുന്നവരുണ്ട്. നിങ്ങൾ ചാരിറ്റിയാണോ നിങ്ങളുടെ പ്രധാനപ്പെട്ട പണി? ഒരു യുവജന സംഘടന എന്ന നിലക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ചാരിറ്റിയാണോ, സേവനമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. സേവനം ചെയ്യേണ്ടിടത്ത് സേവനം ചെയ്യാനും സമരമുഖത്ത് സമരം ചെയ്യാനുമാണ് യൂത്ത് ലീഗ് എന്ന ഉത്തമ ബോധ്യമുള്ളവരാണ് യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ. സമരം എങ്ങനെ ചെയ്യണമെന്നും സമരം എപ്പോൾ ചെയ്യണമെന്നും യൂത്ത് ലീഗിന് ട്യൂഷൻ എടുക്കാൻ തൽക്കാലം ആരുമായിട്ടില്ല എന്ന് മാത്രമാണ് വളരെ വിനയത്തോടെ അവർ ഓർമ്മപ്പെടുത്താനുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെ സേവനമനുഷ്ഠിച്ച വൈറ്റ് ഗാർഡിൻ്റെ വളണ്ടിയർമാർ ഇവിടെയുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരൊന്നും പരാമർശിക്കുന്നില്ല. 1000-ലധികം വൈറ്റ് ഗാർഡിൻ്റെ വളണ്ടിയർമാരുണ്ട്. ഒരാഴ്ച വന്നവർ, 15 ദിവസം വന്നവർ, അന്ന് മുതൽ ഇന്ന് വരെ ഒരു നിമിഷം പോലും അവിടെ നിന്ന് മാറി നിൽക്കാതെ അവിടെ സേവനമനുഷ്ഠിച്ച കാസർകോട്ടെ ഷംസ് മുതൽ നമ്മുടെ സ്റ്റേറ്റ് ക്യാപ്റ്റൻ സിറാജു പറമ്പിൽ, വൈസ് ക്യാപ്റ്റന്മാർ സയ്യിദ്, ഷഫീഖ്, അങ്ങനെ എത്ര പേർ, ജില്ലാ ക്യാപ്റ്റന്മാർ, മണ്ഡലം ക്യാപ്റ്റന്മാർ. ഈ വൈറ്റ് ഗാർഡിൻ്റെ യൂണിഫോം അണിഞ്ഞുകൊണ്ട് അവിടെ എത്തിയ 1000-കണക്കിന് നമ്മുടെ വോളണ്ടിയർമാർ. അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഒരു വൈറ്റ് ഗാർഡ് അംഗവും ആവശ്യപ്പെട്ടിട്ടല്ല നമ്മൾ ഈ ആദരവ് ഇവിടെ വെച്ചത്. പല കമ്മിറ്റികളും വെക്കുന്നുണ്ട്.
ഞങ്ങൾ ആദ്യം തന്നെ തീരുമാനിച്ചത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റി വയനാട് ജില്ലാ ലീഗ് കമ്മിറ്റിയുമായി ഞങ്ങൾ ആലോചിച്ചു. കാരണം വയനാട് ജില്ലാ ലീഗും വയനാട് ജില്ലാ യൂത്ത് ലീഗും അവിടെയുള്ള പാർട്ടിയുമാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കം പിടിച്ചത്. അവരോട് കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് സംസ്ഥാന കമ്മിറ്റിയും പിന്നെ വയനാടിൻ്റെ ഒരു ആദരവും അത് മതി. ഇതിനിടയിൽ കുറേ കമ്മിറ്റികളൊക്കെ സേവനം നൽകിയവരെ ആദരിച്ചിട്ടുണ്ട്. ഇതോടുകൂടി നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മുടെ ലക്ഷ്യം ആദരവ് കിട്ടുക എന്നുള്ളതല്ല. ഒരു വൈറ്റ് ഗാർഡും അങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഉത്തരവാദിത്തം സമർപ്പിതമായ സേവനമാണ്. അതുകൊണ്ട് ഈ ആദരവോടുകൂടി ഇനി വയനാടിൻ്റെ ഒരു ആദരവ് അവർ കൂടി വെക്കും. ഇനി അതിൻ്റെ പുറമെ വേറെ കമ്മിറ്റികളൊന്നും ഇനി ആദരവ് വെക്കേണ്ടതില്ല. നമ്മൾ തുടക്കം മുതൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്തിനാണ് നമ്മൾ ഈ സേവനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ പ്രതിഫലം ലഭിക്കുക എന്ന താല്പര്യം മാത്രമാണ് ഓരോ വൈറ്റ് ഗാർഡ് അംഗത്തെയും മുന്നോട്ട് നയിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള കാലത്ത് കേരളം എപ്പോഴൊക്കെ ആഗ്രഹിച്ചാൽ ഇതുപോലെയുള്ള മഹാദുരന്തങ്ങളെ തൊട്ട് സർവശക്തൻ നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അവിചാരിതമായി അപ്രതീക്ഷിതമായി എവിടെയെങ്കിലും ഒരു ദുരന്തമുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ഒരു പ്രയാസമുണ്ടായാൽ മറുത്തൊന്നും പ്രതീക്ഷിക്കാതെ അവിടെ ഓടിയെത്തി സേവനമനുഷ്ഠിക്കാൻ വയനാട്ടിലെ ഒരു വൈറ്റ് ഗാർഡ് അംഗം പറഞ്ഞതുപോലെ, നരിപ്പറ്റയിലെ യൂത്ത് ലീഗിൻ്റെ വളണ്ടിയർമാർ പറഞ്ഞതുപോലെ, വയനാട്ടുകാർ എപ്പോഴാണോ സന്തോഷമാകുന്നത്, അവരെപ്പോഴാണോ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്, അതുവരെ ഈ നാടിനൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ചതുപോലെ ദുരന്തമുഖത്ത് സേവന സന്നദ്ധരായി യൂത്ത് ലീഗിൻ്റെ ഈ ചുണക്കുട്ടികൾ ഉണ്ടാകുമെന്ന് ഈ മലയാളക്കരയ്ക്ക് ഒരിക്കൽ കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഈ വേദിയിലേക്ക് കടന്നു വന്ന നേതാക്കന്മാരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഉമ്മത്തിൻ്റെ നായകൻ, ഓരോ മണിക്കൂറിലും വൈറ്റ് ഗാർഡിൻ്റെ സേവനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന നമ്മുടെ നേതാവ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അദ്ദേഹം ഏതാനും നിമിഷത്തിനുള്ളിൽ ഈ വേദിയിലേക്ക് കടന്നു വരും. തങ്ങളെ ഏറെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കേണ്ടിയിരുന്നത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി, നമ്മുടെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ഒരു സഹകാരിയെപ്പോലെ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാന്യനായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് തിരുവനന്തപുരത്ത് അത്യാവശ്യമായി ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുള്ളതുകൊണ്ട് അദ്ദേഹം പ്രത്യേകം അക്കാര്യം എടുത്തു പറയണം എന്ന് സൂചിപ്പിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെയും ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി, ഇന്ത്യൻ പാർലമെൻറ്റിൽ നമ്മുടെ തീ തുപ്പുന്ന ശബ്ദമായി പ്രവർത്തിക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ചടങ്ങിൽ വൈറ്റ് ഗാർഡ് അംഗങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും ആദരണീയനായ, പ്രസംഗകലയിലെ കുലപതി എന്ന് ആരെയെങ്കിലും വിശേഷിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ പ്രിയങ്കരനായ MP അബ്ദുസമ്മദ് സമദാനി സാഹിബാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടിയുടെ കർമ്മകുശലനായ ജനറൽ സെക്രട്ടറി, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം നിൽക്കുന്ന അഡ്വക്കേറ്റ് PMA സലാം സാഹിബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ നിയമസഭാ ഡെപ്യൂട്ടി ലീഡർ, പാർട്ടിയുടെ ബഹുമാന്യനായ നേതാവ്, മുൻ മന്ത്രി ഡോക്ടർ MK മുനീർ സാഹിബിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അഡ്വക്കേറ്റ് VK ഫൈസൽ ബാബുവിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വേദിയിൽ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ബഹുമാന്യനായ ആബിദ് ഹുസൈൻ തങ്ങളുണ്ട്. നമ്മുടെ ഉപസമിതിയുടെ കൺവീനർ, വയനാട് ജില്ലയിൽ നമ്മുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും റിഹാബിലിറ്റേഷനും ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരു ഉപസമിതി ഉണ്ടാക്കിയപ്പോൾ ആ ഉപസമിതിയുടെ കൺവീനറായി പാർട്ടി നിയോഗിച്ചിരിക്കുന്നത് ഏറെ ആദരണീയനായ PK ബഷീർ സാഹിബാണ്. PK ബഷീർ സാഹിബിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA ഈ വേദിയിലുണ്ട്.
പ്രിയപ്പെട്ട ഷംസുദ്ദീൻ MLA മുൻ യൂത്ത് ലീഗിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. കർണാടകയിലെ ശിരൂരിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ അർജുനനടക്കമുള്ളവർ മണ്ണിനടിയിൽപ്പെട്ടപ്പോൾ മലയാളികൾക്കിടയിലും കർണാടക സർക്കാരിനിടയിലും ഒരു നയതന്ത്രജ്ഞനെ പോലെ പ്രവർത്തിച്ച മലയാളിയുടെ ശബ്ദമായി മാറിയ പ്രിയങ്കരനായ AKM അഷ്റഫ് MLA ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. രാഷ്ട്രീയ എതിരാളികളോട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തി ഒരു യൂത്ത് ലീഗ് പ്രവർത്തകൻ്റെ പേരിൽ ഒരു വ്യാജാരോപണം ഉന്നയിച്ചപ്പോൾ നിയമ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത് കള്ളി വെളിച്ചത്ത് കൊണ്ടുവരാൻ നേതൃത്വം നൽകിയ പ്രിയങ്കരനായ പാറക്കൽ അബ്ദുള്ള സാഹിബിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബ്, ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, രണ്ടത്താണി സാഹിബിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ദേശീയ സെക്രട്ടറി, യൂത്ത് ലീഗിൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ജ്യേഷ്ഠ സഹോദരൻ പ്രിയപ്പെട്ട CK സുബൈർ സാഹിബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു യുവ MLA എങ്ങനെ ആയിരിക്കണമെന്ന് ഈ നാടിന് കാണിച്ചു കൊടുത്ത പ്രിയപ്പെട്ട നജീബ് കാന്തപുരം, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ ഈ വേദിയിലുണ്ട്. റസാഖ് മാസ്റ്ററെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാന്യനായ ഉമ്മർ പാണ്ഡികശാല സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഉമ്മർ പാണ്ഡികശാല സാഹിബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സർവോപരി നമ്മുടെ ഈ വൈറ്റ് ഗാർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന, ഔപചാരികതയ്ക്ക് വേണ്ടി പോലും സ്വാഗതം പറയേണ്ടതില്ല എങ്കിൽ പോലും നമ്മുടെ കോർഡിനേറ്റർ ഫൈസൽ ബാഫക്കി തങ്ങളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സംസ്ഥാന ട്രഷറർ P ഇസ്മായിൽ, സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള അഷ്റഫ് അടനീർ, മുജീബ് കാടേരി, KM മാഹിൻ, CK മുഹമ്മദ് അലി, അഡ്വക്കേറ്റ് കാരിറ നസീർ, ഗഫൂർ കോൽക്കളത്തിൽ, TPM ജിഷാൻ, യൂത്ത് ലീഗിൻ്റെ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി TP അഷ്റഫ് അലി, വൈസ് പ്രസിഡന്റുമാർ ഷിബു മീരാൻ, അൻവർ സാദത്ത്, ആഷിഖ് ചെലവൂർ, സാജിദ് നടുവണ്ണൂർ, CK ഷാക്കിർ, MSFൻ്റെ ദേശീയ പ്രസിഡന്റ് അഹമ്മദ് സാജു, സംസ്ഥാന പ്രസിഡന്റ് നവാസ്, സെക്രട്ടറി നജാഫ്, യൂത്ത് ലീഗിൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മിസബ് കിയേരിയൂർ, ജനറൽ സെക്രട്ടറി T മൊയ്തീൻ കോയ ഉൾപ്പെടെ ഇനിയും ധാരാളം നേതാക്കന്മാർ, കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ സാഹിബ്, വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി T മുഹമ്മദ് സാഹിബ്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വൈറ്റ് ഗാർഡിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട T മുഹമ്മദ് സാഹിബ്, അദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. T മുഹമ്മദ് സാഹിബ് ഉൾപ്പെടെ ഇനിയും പേരെടുത്ത് പരാമർശിക്കേണ്ട ഒട്ടേറെ ആളുകളുണ്ട്. സമയദൈർഘ്യം മൂലം സദയം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കാൻ ഈ യൂത്ത് ലീഗിൻ്റെ നായകൻ സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കും. സ്നേഹം പകർന്നും ചേർത്ത് പിടിച്ചു